ഞാനൊരു സാലറിഡ് എംപ്ലോയി ആണ്. ITR ഞാൻ ഓൾറെഡി ഫയൽ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നിന്നാണ് അത് ഫയൽ ചെയ്യുന്നത്. ഈ വർഷം ഞാൻ ഒരു സ്ഥലം വിറ്റു. അപ്പൊ അതിന് ഞാൻ വീണ്ടും ITR ഫയൽ ചെയ്യണം. ഒരാൾക്ക് ഒരു വർഷം ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. എന്നാൽ ഇൻകത്തിന്റെ സോഴ്സ് അനുസരിച്ച് ഫയൽ ചെയ്യുന്ന ITRന്റെ ഫോമില് വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മുടെ ഇൻകത്തിന്റെ ഹെഡ്സിനെ 5ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് സാലറി, മറ്റൊന്ന് റെന്റ്, അത് കഴിഞ്ഞ് ബിസിനസ് ഉള്ളവരാണെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷന്, പിന്നെ ക്യാപിറ്റൽ ഗെയിന്, പിന്നെ ഇതിലൊന്നും വരാത്ത ഇൻകം വരുന്നതാണ് അതർ സോഴ്സ്, ഇൻട്രസ്റ്റ്, ഡിവിഡന്റ് പോലെയുള്ളതൊക്കെ അതിലാണ് വരുന്നത്. അപ്പം സാലറി മാത്രമുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ITR 1 ഫയൽ ചെയ്താൽ മതി. എന്നാൽ ഇപ്പം ഈ കേസിൽ പറഞ്ഞ പോലെ സാലറിയുടെ കൂടെ എന്തെങ്കിലും സ്ഥലമൊക്കെ വിറ്റ് ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വർഷം ITR 2 ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇവിടെ ഇപ്പൊ ഓൾറെഡി പറഞ്ഞു സാലറിയുടെ ITR ഫയൽ ചെയ്തു എന്ന്. അതായത് സാലറി മാത്രമുള്ള കേസിൽ ITR 1 ആയിരിക്കാം ഫയൽ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഈ ക്യാപിറ്റൽ ഗെയിൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ITR 2 ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഫയൽ ചെയ്ത് പോയെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്ത് ഈ ITR 1 റിവൈസ് ചെയ്ത് നമുക്ക് ITR 2 ആയിട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഒരു വർഷം സാലറി മാത്രം ഉള്ളെങ്കിൽ ആ വർഷം ITR 1 ഫയൽ ചെയ്യാം. ഇനി ക്യാപിറ്റൽ ഗെയിൻ ഉള്ള വർഷം ITR 2 ഫയൽ ചെയ്യാം. അതല്ല ഇനി ബിസിനസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ITR 3 ആണ് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. ഇനി തിരിച്ച് ഈ ക്യാപിറ്റൽ ഗെയിൻ ഒന്നും ഇല്ലാത്ത വർഷം തിരിച്ച് സാലറി മാത്രമുള്ളവർക്ക് ITR 1 തന്നെ ഫയൽ ചെയ്യാവുന്നതുമാണ്.